അനുദിനം യേശുവിനോടൊപ്പം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യം. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. കർത്താവായ യേശു ഈ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് പാപത്തിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും, ഭയത്തിൽ നിന്നും, ആത്മീയ അടിമത്തത്തിൽ നിന്നും ലഭിക്കുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. ദൈവം തൻ്റെ ജനത്തെ സ്വതന്ത്രരാക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം മിസ്രയീമിലെ അടിമത്തത്തിൽ ആയിരുന്നപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ മിസ്രയീമ്യരുടെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെടുവിക്കും. പുറപ്പാട് 6-ാം അധ്യായം 6-ാം വാക്യം. ദൈവം തൻ്റെ ജനത്തെ അടിമത്തത്തിൽ ഉപേക്ഷിച്ചില്ല. അവരെ മോചിപ്പിച്ച് വാഗ്ദത്ത ദേശത്തേക്ക് നടത്തി. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മെ ബന്ധനത്തിൽ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോൾ നമ്മുടെ ബന്ധനം പുറത്ത് കാണാനാവില്ല. പാപത്തിൻ്റെ ശീലം, ക്ഷമിക്കാനാകാത്ത മനസ്സ്, ഭയം, കുറ്റബോധം, നിരാശ, ഇവയെല്ലാം മനുഷ്യനെ അകത്തുനിന്ന് ബന്ധിച്ചിടാം. എന്നാൽ ദൈവത്തിൻ്റെ ഉദ്ദേശം മോചനമാണ്. കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നത് ബന്ധിതരെ സ്വതന്ത്രരാക്കാനാണ്. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും കർത്താവ് വന്നു എന്ന് യെശയ്യാവ് 61-ാം അധ്യായം 1-ാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവായ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് നമ്മെ മോചിപ്പിക്കുന്ന രക്ഷകനും കർത്താവുമായാണ്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ ദാസനാണെന്ന് വ്യക്തമാക്കുന്നു. എന്നാൽ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും എന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇത് മനുഷ്യൻ സ്വയം നേടിയെടുക്കുന്ന സ്വാതന്ത്ര്യമല്ല, ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യമാണ്. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം യഥാർത്ഥ സ്വാതന്ത്ര്യമാണ്. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ക്രിസ്തു നമ്മെ എല്ലാ തരത്തിലുമുള്ള നുഖത്തിൽ നിന്നും, എല്ലാ അടിമത്തത്തിൽ നിന്നും വിശ്വാസികളെ സ്വതന്ത്രരാക്കി. ക്രിസ്തു വിശ്വാസികളായ നാം നമ്മുടെ സ്വാതന്ത്ര്യം മനസ്സിലാക്കുകയും അതിന് വില കൽപ്പിക്കുകയും അതിനെ ഉപേക്ഷിക്കാതിരിക്കുകയും വേണം. നാം ക്രിസ്തുവിൻ്റെ നുഖത്തിൻ കീഴിലുള്ളവരാണ്. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വചനങ്ങളിൽ നമുക്കിത് കാണുവാൻ കഴിയും. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നത് ദൈവത്തെ അനുസരിക്കാൻ കഴിയുന്ന ജീവിതമാണ്. മുൻപ് നമ്മെ നിയന്ത്രിച്ചിരുന്ന കാര്യങ്ങളോട് ഇല്ല എന്ന് പറയാനും ദൈവഹിതത്തോട് അതെ എന്ന് പറയാനും ക്രിസ്തു നമ്മെ ശക്തരാക്കുന്നു. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുദിനം സഹായിക്കുന്നു. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: കർത്താവ് ആത്മാവാകുന്നു. കർത്താവിൻ്റെ ആത്മാവ് ഉള്ളയിടത്ത് സ്വാതന്ത്ര്യം ഉണ്ട്. ദൈവത്തിലൂടെ ലഭിക്കുന്ന സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് ഇന്നത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ സ്വാതന്ത്ര്യം താൽക്കാലികമല്ല, അത് സാക്ഷാൽ സ്വാതന്ത്ര്യമാണ്. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, കുറ്റബോധത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, ഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. നമ്മെ ബന്ധിച്ചിരിക്കുന്ന എല്ലാത്തിൽ നിന്നും വിടുവിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശു സ്വതന്ത്രനാക്കുന്നവൻ സാക്ഷാൽ സ്വതന്ത്രനാണ്.
ആ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് അനുദിനം ജീവിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബന്ധനങ്ങളും അങ്ങ് അറിയുന്നു. പാപത്തിൽ നിന്നും, ഭയത്തിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നുമുള്ള എല്ലാ അടിമത്തത്തിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. അങ്ങയുടെ സത്യത്തിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ. കർത്താവെ, അങ്ങ് നൽകുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. God bless you.